والعاقبة للمتقين فلا عدوان إلا على الظالمين وصلى الله وسلم على خير خلقه ورسله محمد وآله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تبارك الذي بيده الملك وهو على كل شيء قدير. സ്നേഹാദരണീയരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, അന്ധവിശ്വാസങ്ങൾക്കും ആത്മീയ വാണിഭത്തിനുമെതിരെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ബഹുജന സംഗമം സമാപനത്തിലേക്ക് അടുക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ബഹുമാന്യ സഹോദരൻ മൂസ സ്വലാഹി പറഞ്ഞു വച്ചതിൻ്റെ തുടർച്ചയായി ചില കാര്യങ്ങൾ ചേർക്കുക മാത്രമാണ് ലക്ഷ്യം. പഴമക്കാർ പറയാറുള്ളത് മുടിക്കുറ്റം 3 ദിവസമെന്നാണ്. പക്ഷേ ഈ കുറ്റം 3 ദിവസമോ 3 മാസമോ 3 കൊല്ലമോ കൊണ്ട് അവസാനിക്കുന്നതല്ല. ഈ കുറ്റം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്, അത് വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിന് വളരാനുള്ള വെള്ളവും വളവും ഒരുക്കിക്കൊണ്ടേയിരിക്കുകയാണ്. വെയിലും മഴയും കൊള്ളാതെ അതിനെ സംരക്ഷിക്കുവാനുള്ള ആലയങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുതന്നെയാണ് ഈ വിഷയത്തിന്റെ ഗൗരവം. മനുഷ്യ സമൂഹത്തിൽ ഏതൊരു കച്ചവടത്തിനും പ്രാഥമികമായി ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കും. മുതൽ മുടക്കില്ലാതെ ഒരു കച്ചവടവും നടത്താറില്ല. എന്നാൽ നമ്മുടെ നാട്ടിൽ ഒരു നയാ പൈസയുടെ മുതൽ മുടക്കില്ലാതെ ആരംഭിക്കുവാനും തുടർന്നു കൊണ്ടുപോകുവാനും കോടികൾ ലാഭിക്കുവാനും സാധിക്കുന്ന ഏക കച്ചവടമാണ് ആത്മീയ കച്ചവടം. അത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ മാത്രം കുത്തകയാണ് എന്ന അവകാശവാദമൊന്നും നമുക്കില്ല. ക്രൈസ്തവ സമൂഹത്തിലും ഹൈന്ദവ സമൂഹത്തിലും മുസ്ലിം സമൂഹത്തിലുമൊക്കെ അത് യഥേഷ്ടം വളർന്നുകൊണ്ടിരിക്കുകയാണ്. 1 രൂപയുടെയും ചിലവില്ല, വരവ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ കണ്ണടച്ചാൽ അവരുടെ അനന്തരാവകാശികൾക്കും അത് ലഭിച്ചുകൊണ്ടിരിക്കും. അതിനുള്ള സംവിധാനമാണ് നാട്ടിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യകുലത്തിന് നിസ്തുലമായ, അതിമഹത്തായ, ഉന്നതമായ, മറ്റൊരാൾക്കും കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ലാത്ത വിധം തെളിഞ്ഞ, സുതാര്യമായ ഒരു ജീവിതം നമുക്ക് നൽകിക്കൊണ്ടാണ് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യകുലത്തിന് സമർപ്പിച്ചത് പ്രവാചകരുടെ ജീവിതമാണ്. ആ ജീവിതത്തിൽ നിന്ന് യാതൊന്നും നമുക്ക് തള്ളിക്കളയാനില്ല. മനുഷ്യകുലത്തിന്റെ മുമ്പിൽ മാതൃകയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ജീവിതം ഖുർആൻ പറഞ്ഞത് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറ. അല്ലാഹുവിനെയും അന്ത്യദിനത്തെയും ആഗ്രഹിക്കുകയും അല്ലാഹുവിനെ ധാരാളമായി സ്മരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ പ്രവാചകരിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞത്. ആ മാതൃക ജീവിതം വ്യക്തിതലത്തിലും കുടുംബതലത്തിലും സാമൂഹ്യ തലത്തിലും സാംസ്കാരിക തലത്തിലും സാമ്പത്തിക തലത്തിലും രാഷ്ട്രീയ തലത്തിലുമെല്ലാം മനുഷ്യന് എവിടെ, എങ്ങനെ, ഏത് വിധത്തിൽ, എത്രത്തോളം ആയിരിക്കണമെന്ന് കൃത്യമായും കണിശമായും പഠിപ്പിക്കുന്ന, നെല്ലും പതിരുമെന്ന് പറഞ്ഞ് തിരിച്ചുവെക്കുവാനും മാറ്റിവെക്കുവാനും ഇല്ലാത്ത വിധം
നിസ്തുലമായ അവിതർക്കിതമായിരിക്കുന്ന ഒരു ജീവിതം. അതിനോളം മഹത്തായ ഒരു ജീവിതം ഇന്നോളം ലോകം കണ്ടിട്ടില്ല, ഇനി കാണുമെന്ന് പ്രതീക്ഷിക്കുവാൻ സാധ്യതയുമില്ല. അത്ര മഹത്തായ ഒരു ജീവിതം ഈ സമൂഹത്തിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് പ്രവാചകർ കടന്നു പോകുമ്പോൾ ആ പ്രവാചകരെ സ്നേഹിക്കുന്നുവെന്നും ആദരിക്കുന്നുവെന്നും ബഹുമാനിക്കുന്നുവെന്നും മഹത്വപ്പെടുത്തുന്നുവെന്നും പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്ന ആളുകൾക്ക് ആവശ്യം ആ പ്രവാചകരുടെ മഹനീയമായ ജീവിതമല്ല, നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു പോയിരിക്കുന്ന ആ ജീവിത മാതൃകയല്ല. മറിച്ച് പ്രവാചകർ തന്നെ ഒഴിവാക്കിയതായി എന്തെല്ലാം ഉണ്ടോ അതാണ് അവർക്ക് വേണ്ടത്. മഹത്തായ ഒരു ജീവിതം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു പോയിട്ട് അത് ആളുകൾക്ക് ആവശ്യമില്ല. ആളുകൾക്ക് വേണ്ടത് പ്രവാചകരെ എന്തൊക്കെ ഒഴിവാക്കി. മുടിയാവാം, നഖമാവാം, തൊലിയാവാം, എല്ലാവാം, പല്ലാവാം, ഒരു വേള വിസർജ്യങ്ങൾ വരെ ആവാം. പ്രവാചകരുടെ വിസർജ്യങ്ങൾ, പ്രവാചക തിരുമേനി ജീവിച്ച മണ്ണ് അതിൽ ലയിച്ചു പോയിട്ടുണ്ടല്ലോ. ഇപ്പോൾ കയ്യിൽ കിട്ടിയിരിക്കുന്ന വസ്തുവിനേക്കാൾ ഒരുപക്ഷെ ഉറപ്പിച്ചെടുക്കുവാൻ സാധിക്കുന്നത് ആ മണ്ണായിരിക്കും. അത് കലക്കി കുടിച്ച് അത് കുഴമ്പായി തേച്ച് അതിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അതിന് ആ തലത്തിലുള്ള ഒരു ഉറപ്പെങ്കിലും ഉണ്ടാകും. ഇത് ഒരു നിസ്സാര സംഗതിയല്ല. അല്ലാഹുവിന്റെ ഇവിടെ സൂചിപ്പിച്ചു, തറക്തു ഫീകും അംറൈൻ ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തു റസൂൽ. രണ്ടു കാര്യം അത് നിങ്ങൾ ഏൽപ്പിച്ചുകൊണ്ടാണ് പോകുന്നത്. അതാണ് നിങ്ങൾ അവലംബിക്കുന്നതെങ്കിൽ, അത് സ്വീകരിച്ചുകൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നത് എങ്കിൽ നിങ്ങൾ വഴിപടക്കില്ല. നിങ്ങളുടെ റൂട്ട് സ്വർഗത്തിലേക്കുള്ളതാണ്, നേരായ പാതയിലാണ്. ഈ സംഗതി പ്രവാചക തിരുമേനി സമൂഹത്തെ ഏൽപ്പിച്ചു പോകുമ്പോ അതിനു മുമ്പേ തന്റെ കൂടെ ജീവിച്ച, താൻ ജന്മം നൽകിയ, തന്റെ കൂടെ സഹവർത്തികളായി കഴിഞ്ഞുകൂടിയിരിക്കുന്ന ആളുകളോട് എന്താണ് പ്രവാചക തിരുമേനി പ്രതികരിച്ചത്? ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് റസൂൽ പറയുന്നുണ്ട്, യാ ഫാത്തിമ സലീ മിൻ മാലി മാ ശിഅത്. മോളെ ഫാത്തിമ, എന്റെ സമ്പത്തിൽ നിന്ന് നീ ചോദിച്ചോ, സാധ്യമാകുന്നത് തരാം. എന്നിട്ട് പറയുന്നത്, അൻഖദി നഫ്സക മിനൻ നാർ ലാ ഉഗ്നി അൻകി മിനല്ലാഹി ശൈഅ. നാളെ കത്തിച്ചൊരിക്കുന്ന നരകത്തിൽ നിന്ന് നിന്റെ തടിയെ നീ തന്നെ കാത്തുകൊള്ളണം. നിന്റെ പിതാവായ പ്രവാചകർക്ക് നിന്നെ രക്ഷപ്പെടുത്തുവാൻ സാധിക്കുകയില്ല എന്ന്. കരളിന്റെ കഷ്ടമെന്ന് പ്രവാചക തിരുമേനി ഇടക്കിടക്ക് ആവർത്തിച്ചു പറഞ്ഞ പരിചയപ്പെടുത്തിയിരിക്കുന്ന ആ ഫാത്തിമ ബീവിയോട് ഒരിക്കൽ പോലും, മോളെ, നിനക്ക് എല്ലാ ഐശ്വര്യത്തിനും വേണ്ടി, എല്ലാ അനുഗ്രഹത്തിനും വേണ്ടി, എല്ലാ ബർക്കത്തുകൾക്കും വേണ്ടി, ജീവിതത്തിലെ ജയപരാജയങ്ങൾ മനസ്സിലാക്കി ജയത്തിന്റെ കൂടെ നിൽക്കുവാൻ വേണ്ടി, എല്ലാ തരത്തിലുള്ള പുരോഗതിക്കും വേണ്ടി ഞാൻ നിന്റെ കയ്യിൽ അമൂല്യമായ ചില വസ്തുക്കൾ നൽകാം. അതിലൊന്ന് എന്റെ മുടിയായിരിക്കും, പിന്നെ തൊലിയായിരിക്കും, നഖമായിരിക്കും, പല്ലായിരിക്കും. അങ്ങനെ എന്നിൽ നിന്ന് നിനക്ക് തരാൻ സാധിക്കുന്നതെല്ലാം ഞാൻ നിന്നെ ഏൽപ്പിക്കാമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ ജീവിതത്തിൽ ഒരിക്കൽ പോലും തന്റെ കരളിന്റെ കഷ്ടമായ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞിട്ടില്ല. ഇതുകൊണ്ട് എന്തെങ്കിലും നേടാനുണ്ടായിരുന്നുവെങ്കിൽ, ഇതുകൊണ്ട് ഭൗതികമായോ പാരത്രികമായോ വല്ലതും നേടാനുണ്ടായിരുന്നുവെങ്കിൽ പ്രവാചക തിരുമേനി ആ മുടി മുറിച്ച് ആദ്യം കൊടുക്കുക തന്റെ മകൾ ഫാത്തിമയുടെ കയ്യിലായിരിക്കും. കൊടുത്തിട്ടില്ല. കൊടുത്തു എന്ന് ആർക്കും വാദമില്ല. തന്റെ സഹധർമ്മിണി തന്റെ ജീവിതത്തിൽ ഒരുപാട് കാലം തനിക്ക് താങ്ങും തണലുമായി വർത്തിച്ച, ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ, പ്രയാസകരമായിരിക്കുന്ന ഘട്ടങ്ങളിൽ തനിക്ക് അവലംബമായി മാറിയിരിക്കുന്ന ഖദീജ റളിയല്ലാഹു അൻഹ, അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരിക്കൽ പോലും ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ താങ്കൾക്ക് ഇത് ഉപകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പിടി മുടിയെടുത്തു കൊടുത്തിട്ടില്ല, വിസർജ്യങ്ങളും എടുത്തു കൊടുത്തിട്ടില്ല. മരണസമയത്ത് തനിക്ക് തലചായ്ച്ച് കിടക്കുവാൻ ലഭിച്ചിരിക്കുന്ന മടിത്തട്ട് ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടാണ്. എന്നാൽ ആ ആയിഷ ബീവിയോടും, ആയിഷ, ഞാൻ മരണപ്പെട്ടാലും പിന്നെയും നിനക്ക് പതിറ്റാണ്ടുകൾ ജീവിക്കേണ്ടി വന്നാൽ നിനക്കൊരു സുരക്ഷിതത്വത്തിന് വേണ്ടി, ഒരു സമാധാനത്തിന് വേണ്ടി, ഒരു സൗകുമാര്യത്തിന് വേണ്ടി, നിന്റെ ജീവിതത്തിൽ ഐശ്വര്യത്തിന് വേണ്ടി, ബർക്കത്തിന് വേണ്ടി, അനുഗ്രഹത്തിന് വേണ്ടി ഇതാ നീ പിടിച്ചോ എന്റെ അല്പം മുടി എന്ന് പറഞ്ഞ ആയിഷ റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ കൊടുത്തിട്ടില്ല. അവിടെയൊന്നും കൊടുക്കാത്തത്, അവിടെയൊന്നും കിട്ടാത്തത് ഇന്ന് ചില ആളുകൾ ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആലോചിക്കുക,
മുടിയുമായി രംഗത്ത് വന്നിരിക്കുന്ന ആളുകൾ അത് സ്ഥാപിക്കുവാൻ വേണ്ടി, അത് സംരക്ഷിക്കുവാൻ വേണ്ടി കോടികൾ ചെലവഴിച്ച് ബംഗ്ലാവുകൾ പണിതുകൊണ്ടിരിക്കുകയാണ്. പേര് അതിനും പള്ളി എന്നാണ്. വിശുദ്ധ ഖുർആൻ മുഴുവനും പരതിയാൽ പള്ളി ഉണ്ടാക്കുന്നതിന് ലക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ആ ലക്ഷ്യം അള്ളാഹുവിനെ സ്മരിക്കുവാനാണ്, അള്ളാഹുവിനെ ഓർക്കുവാനാണ്, അവന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുവാനാണ്, അവനോട് മാത്രം പ്രാർത്ഥിക്കുവാനാണ്. എന്നാൽ അള്ളാഹുവിനെ അനുസ്മരിക്കുന്നതിന് പകരം ഏതെങ്കിലും മുടിയെ അനുസ്മരിക്കുവാൻ വേണ്ടി, അതിനെ സംരക്ഷിക്കുവാൻ വേണ്ടി ഒരു പള്ളി ഉണ്ടാക്കി കളയാം, അതിന് പരലോകത്ത് പ്രതിഫലമുണ്ടാകുമെന്ന് പഠിപ്പിക്കപ്പെട്ട ഒരു ഹദീസിന്റെ കഷ്ടം പോലും ലഭ്യമല്ല. തീർന്നില്ല. ഇങ്ങനെ മുടി സംരക്ഷിക്കുവാൻ വേണ്ടി കൊട്ടാരം പണിയുന്ന ആലോചിക്കുക. അങ്ങനെ ഒരു സംവിധാനം പ്രവാചക തിരുമേനിയുടെ കാലഘട്ടം മുതൽ തുടങ്ങിയിരുന്നുവെങ്കിൽ, പ്രവാചക തിരുമേനി ജനിച്ചു വളർന്നത് എന്ന് പറയപ്പെടുന്ന വീട് ഇന്നും മസ്ജിദുൽ ഹറാമിന്റെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിന്റെ കല്ലുകൾക്കും സിമന്റിനും ഒരുപക്ഷെ മാറ്റം വന്നിരിക്കും, സ്ഥാനത്തിന് മാറ്റം വന്നിട്ടില്ല. പ്രവാചകന്റെ വീട് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കെട്ടിടം ഇന്നും മസ്ജിദുൽ ഹറമിന്റെ ഓരത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. മസ്ജിദുൽ ഹറാം വിപുലീകരിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിലും അത് പൊളിച്ചു മാറ്റിയിട്ടില്ല. എന്നാൽ പ്രവാചകരുടെ മുടി സംരക്ഷിക്കുവാൻ സ്വഹാബികളുടെ കാലഘട്ടം മുതൽ ആളുകൾ ശ്രമിച്ചിരുന്നുവെങ്കിൽ, അവരുടെ കയ്യിൽ അന്ന് ഇന്നത്തെ പോലെ കോടികളില്ലായിരുന്നുവെങ്കിലും ഒരു കുടിലെങ്കിലും കെട്ടി ഓരോ സ്വഹാബികളും തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന മുടിക്കെട്ടുകൾ സൂക്ഷിക്കുമായിരുന്നില്ലേ? അത് പിൽക്കാലത്ത് വരുന്ന അനന്തരാവകാശികൾ ആ കുടിലുകൾ പുതുക്കിപ്പണത് അത് വലിയ വലിയ മണിമാളികളും കൊട്ടാരങ്ങളുമായി മാറിയിരിക്കില്ലേ? 40 കോടിയല്ല, 400 കോടിയല്ല, 4000 കോടിയല്ല, 4 ലക്ഷം കോടി ചെലവഴിക്കേണ്ടി വന്നാലും അത് റിയാലുകൾ തന്നെയായാലും അതിനു മടിക്കേണ്ടതില്ലാത്ത വിധം സമ്പത്തിന്റെ മടിശീലയുള്ള ആളുകൾ അവരാരും അങ്ങനെ ഒരു കുടിലും എവിടെയും കെട്ടിയത് ചരിത്രത്തിൽ കാണുന്നില്ല. വിശാലമായ മക്ക മദീന പ്രദേശങ്ങൾ പരതുക, പ്രവാചക തിരുമേനി സഞ്ചരിച്ചിരിക്കുന്ന ഓരോ പ്രദേശങ്ങളും പരതുക. അവിടങ്ങളിൽ എവിടെയാണ് പ്രവാചക തിരുമേനിയുടെ ഒരു തിരുമുടി സൂക്ഷിക്കുവാൻ വേണ്ടി ഒരു കുടിലെങ്കിലും കെട്ടി ഉണ്ടാക്കിയത്? ഇപ്പൊ നമ്മുടെ ഉസ്താദ് അവർക്ക് ഈ മുടി കൊടുത്തിരിക്കുന്ന ഹസ്രജുകാരൻ, അയാൾ ഈ മുടി സൂക്ഷിക്കുവാൻ വേണ്ടി കൊട്ടാരം പണിതിട്ടുണ്ടോ? ഈ മുടി സൂക്ഷിക്കുവാൻ വേണ്ടി ഒരു കൊട്ടാരം അദ്ദേഹത്തിന് വക ഉണ്ടായിട്ടുണ്ടോ? ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ കൂടെ ആലോചിക്കേണ്ടതുണ്ട്, തീർന്നില്ല. 14 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് പ്രവാചക തിരുമേനിയുടെ മുടി എന്ന് പറഞ്ഞ് ഇന്ന് രംഗത്ത് കൊണ്ടുവരുന്ന ഈ ഒരു സംഗതി ഉണ്ടല്ലോ, അതിന്റെ വസ്തുതകൾ ഇൻഷാ അല്ലാഹ് നമുക്ക് വിലയിരുത്താം. എന്തേ പ്രവാചക തിരുമേനി ജീവിതത്തിൽ ഒരു തവണ മാത്രമാണോ മുടിയെടുത്തത്? സാധാരണഗതിയിൽ പുരുഷന്മാർ മാസത്തിലൊരിക്കൽ, വൈകിയാൽ 2 മാസത്തിലൊരിക്കൽ, പരമാവധി 3 മാസത്തിലൊരിക്കലെങ്കിലും മുടി വെട്ടുകയെങ്കിലും ചെയ്യാറുണ്ടല്ലോ. 23 വർഷത്തെ പ്രവാചക ജീവിതത്തിൽ ഒരു വർഷം 4 തവണയെങ്കിലും മിനിമം മുടിയെടുത്തിരുന്നുവെങ്കിൽ ജീവിതത്തിൽ എത്ര തവണ മുടിയെടുത്തിരിക്കും? എത്ര 1000 എത്ര 10000 മുടി ലഭിച്ചിരിക്കും? ഇതൊക്കെ സ്വഹാബികൾ ഏറ്റെടുത്ത് അവർക്ക് വിതരണം ചെയ്ത് അത് കൈമാറി അതിങ്ങനെ ആളുകൾ സൂക്ഷിക്കുവാൻ വേണ്ടി സംവിധാനങ്ങൾ ഉണ്ടാക്കി കടന്നുപോയ ഒരു ചരിത്രം ഇന്നുവരെ ആർക്കും എവിടെയും ഉദ്ധരിക്കുവാൻ സാധിക്കില്ല. എന്നിട്ട് ഇപ്പോ ഇത് വന്നത് എങ്ങനെയാ? എന്റെ കയ്യിലുള്ളത് ഈ അടുത്ത ദിവസം ഇറങ്ങിയിരിക്കുന്ന ഒരു നോട്ടീസാണ്. മുടിയുള്ളത് കൊണ്ട്, മുടി ലഭിച്ചിരിക്കുന്ന ആൾക്കുള്ള മഹത്വം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഇറക്കിയിരിക്കുന്ന നോട്ടീസ്. ഒരു പരിപാടിയിലേക്ക് ആളെ കൂട്ടുവാൻ വേണ്ടിയുള്ള നോട്ടീസാണ്. ആ നോട്ടീസിൽ പറയുന്ന ഒരു വാചകം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഇന്ത്യ മഹാരാജ്യത്തിലെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും അനാഥ മക്കൾ ഇന്ന് മർക്കസിൽ അഭയം കണ്ടെത്തിയിരിക്കുന്നു. വിദ്യാഭ്യാസ സാമൂഹ്യ കാരുണ്യ പ്രവർത്തനങ്ങൾ കൊണ്ട് ഉന്നത നേതൃത്വത്തിലെത്തിയ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദും സുന്നി മർക്കസും അഭിമാനത്തിന്റെ ആത്മീയ അനുഭൂതിയുടെ മഹാവിഹായസിലാണ് ഇന്നുള്ളത്. ആക്കെ പറഞ്ഞോട്ടോ, കുഴപ്പമില്ല, ബാക്കിയുള്ള ശ്രദ്ധിക്കേണ്ടത്. കാരണം മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദാഇൽ സ്വഹാബയെ ഏൽപ്പിച്ച അവിടുത്തെ വിശുദ്ധ കേശം, പ്രസിദ്ധമായ
ഖസ്റജ് ഗോത്രത്തിലെ ഇപ്പോഴത്തെ പ്രമുഖ വ്യക്തി മുത്തു ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം വന്യരായ കാന്തപുരം ഉസ്താദിനെ കോഴിക്കോട് സുന്നി മർക്കസിൽ സൂക്ഷിക്കുവാൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഹജ്ജത്തുൽ വിദായിൽ വെച്ച് വിതരണം ചെയ്ത ഈ മുടി 14 നൂറ്റാണ്ട് കഴിഞ്ഞ് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഖസ്റജ് ഗോത്രത്തിലെ പ്രമുഖ വ്യക്തി, ആ വ്യക്തി അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഷെയ്ഖ് അബൂബക്കറിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് മർക്കസിൽ സൂക്ഷിക്കാൻ. എങ്ങനെയാണ് ആ നിർദ്ദേശം കിട്ടിയത് എന്ന് നമുക്ക് ആലോചിക്കാം. ഞാൻ ആ നോട്ടീസിൽ കുറച്ചുകൂടി വാചകങ്ങളോട് വായിച്ചത്. അതെ, പ്രവാചക പ്രേമികൾക്ക് ഇതിലപ്പുറം എന്ത് ആനന്ദമാണ് ഇനി വേണ്ടത്? മുത്തു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദിനെ തൃപ്തിപ്പെട്ടെന്ന് കേൾക്കുമ്പോൾ അത് കേൾക്കുവാനും ആനന്ദിക്കുവാനും നമുക്ക് ആയുസ് നൽകിയ സർവശക്തനായ നാഥ, നിനക്ക് സർവസ്തുതിയും. തീർന്നില്ല. നാഥനെ ശുക്ർ ചെയ്ത് പൂർത്തിയാക്കുവാൻ നമുക്കാവില്ലല്ലോ. അതുകൊണ്ട് തന്നെ മുത്തു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രകീർത്തിക്കുവാൻ 2011 ഫെബ്രുവരി 5 ശനിയാഴ്ച വളപട്ടണം കസന്റ് സ്കൂൾ ക്യാമ്പസിലേക്ക് സമാഗതരാവുന്ന മുത്തു ഹബീബിന് വളരെ പ്രിയപ്പെട്ട ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് വരുമ്പോൾ ആ സദസ്സിൽ ഒരു അംഗമാവാൻ നാമും തയ്യാറാവണ്ടേ? ഇന്റർനെറ്റ് വഴി കിട്ടിയിരിക്കുന്ന വേറൊരു റിപ്പോർട്ടെന്താ? മറുഗ്രൂപ്പിൽപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ഇപ്പോൾ ഉസ്താദിന്റെ കൂടെയാണ്. കാരണം അദ്ദേഹം കുറെ കാലം ഇങ്ങനെ രാത്രിയും പകലും പ്രാർത്ഥിക്കാൻ, പഠിച്ചോനെ എനിക്ക് സ്വർഗത്തിൽ പോകണം, എനിക്ക് ഹിദായത്ത് കിട്ടണം, എനിക്ക് ആ സ്വർഗത്തിൽ പ്രവേശിക്കണം. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ ആലോചിച്ച് കടന്ന് അങ്ങനെ പോയി. അവസാനം അദ്ദേഹം സ്വപ്നം കാണുകയാണ്. സ്വപ്നം എന്താ? സ്വർഗത്തോളം എത്തിയ സ്വപ്നം. അവസാനം സ്വർഗത്തിന്റെ കവാടത്തിലേക്ക് എത്തിയപ്പോൾ അവിടെ അതാ നിൽക്കുന്നു ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ്. സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾക്ക് ടിക്കറ്റ് മുറിച്ചു കൊടുക്കുകയാണ്. എനിക്കുറപ്പായി ഇദ്ദേഹമാണ് യഥാർത്ഥ മുഅ്മിൻ, യഥാർത്ഥ മുസ്ലിം, യഥാർത്ഥ പണ്ഡിതൻ. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ചേർന്നിരിക്കുന്നു എന്ന് പറയുന്ന വാചകങ്ങൾ നമുക്ക് നെറ്റിൽ സുലഭമാണ്. വ്യക്തിപൂജയുടെ ആൾ ദൈവങ്ങളുടെ ഏറ്റവും മകുടമായ ഉദാഹരണം നമ്മുടെ നാട്ടിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. വിഷയത്തിലേക്ക് വരട്ടെ. ഖസ്റജ് ഗോത്രക്കാരന് ഇങ്ങനെ ഒരു മുടി ഉസ്താദിന് കൊടുക്കുവാൻ വേണ്ടി ആരാ നിർദ്ദേശം കൊടുത്തത്? അള്ളാഹുവിന്റെ റസൂൽ. 14 നൂറ്റാണ്ട് മുമ്പ് ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്ന അള്ളാഹുവിന്റെ റസൂൽ എങ്ങനെയാണ് നിർദ്ദേശം കൊടുത്തത്? ഒന്നുകിൽ റസൂൽ വിളിച്ചു പറയണം ഖബറിൽ നിന്ന്. അങ്ങനെ വിളിച്ചു പറഞ്ഞാൽ ഒരു ഖസ്റജ് ഗോത്രക്കാരൻ മാത്രമായി കേൾക്കാൻ ഒരു ചാൻസുമില്ല. സദാസമയം അതിലൂടെ കടന്നു പോകുന്ന നൂറുകണക്കിന് ആളുകൾക്ക് അത് കേൾക്കാൻ സാധിക്കണം. അതുണ്ടായിട്ടില്ല. പിന്നെ എന്താ സാധ്യത? പ്രവാചകരെ ഖസ്റജ് ഗോത്രക്കാരൻ സ്വപ്നം കാണണം. അങ്ങനെ പ്രവാചകർ സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ പ്രവാചകർ നിർദ്ദേശിച്ചിരിക്കുന്ന അതിമഹത്തായ ഒരു കാര്യം, നിങ്ങളുടെ കയ്യിൽ ഒരു വലിയ മുടിക്കെട്ടുണ്ടല്ലോ, അതിൽ നിന്ന് ഒരു മുടിയെടുത്ത് കേരളത്തിലെ ഒരു മഹാനവർകൾ, എനിക്ക് പ്രിയപ്പെട്ട ഒരാളുണ്ട്, അദ്ദേഹത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കണം എന്നാണ് സ്വപ്നം. സുഹൃത്തുക്കളെ, ഇങ്ങനെ ഒരു സ്വപ്നത്തിലൂടെ മുസ്ലിം ലോകത്തിന് എന്തെങ്കിലും ഒരു ഉപദേശമോ നിർദ്ദേശമോ കൊടുക്കേണ്ടതായ വല്ല സന്ദർഭവും സാഹചര്യവും ലോകത്ത് എന്തെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ സാഹചര്യം പ്രവാചകൻ മരണപ്പെട്ട് ആ മയ്യത്ത് ഖബറടക്കം ചെയ്യുന്ന മുമ്പാണ്. എന്തേ കാരണം? ഈ പറയപ്പെട്ട ഖസ്റജ് ഗോത്രവും ഹൗസ് ഗോത്രവും പരസ്പരം വാളെടുക്കാവുന്ന വിധം, രക്തം ചൊരിയാവുന്ന വിധം സംഘർഷഭരിതമായിരിക്കുന്ന ഒരു ഘട്ടം പ്രവാചക തിരുമേനിയുടെ മയ്യത്ത് ഖബറടക്കം ചെയ്യുന്നതിന് മുമ്പ് അവിടെ ഉണ്ടായി എന്ന് ഈ ഉസ്താദുമാർ വാദോരാതെ പ്രസംഗിക്കാറുണ്ടല്ലോ. എന്താ കാരണം? അടുത്ത ഖലീഫയെ തെരഞ്ഞെടുക്കേണ്ടത് എങ്ങനെ, ആര്, എവിടെന്ന്, ഏത് ഗോത്രത്തിന് തർക്കം. ഖബറടക്കം ചെയ്തിട്ടില്ല, പ്രവാചകരെ മണ്ണിലേക്ക് വെച്ചിട്ടില്ല. എന്തെങ്കിലും ഒരു നിർദ്ദേശം